ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നാം ഒരുപാട് നോവ് നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. ഈശോയുടെ സഹനം നമ്മൾ ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും നാം സംവഹിക്കുന്നവരാണ്. അങ്ങനെ ആത്മാവിലും സത്യത്തിലും ഈശോയോട് ചേർന്ന് ആരാധിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ ഈ ഒരു ജീവിതത്തിന് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്: പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള സന്തോഷം ആഗ്രഹിക്കുന്ന ഏത് ദൈവ ശുശ്രൂഷകനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടകലും. രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാതെ ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഇതാണ്: നമ്മൾ ഈ നോമ്പ് നോക്കുമ്പോൾ നാം കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ മത്സ്യം കഴിക്കുന്നില്ല, മാംസം കഴിക്കുന്നില്ല, ചിലപ്പോൾ പുകവലിയോ മദ്യപാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റുന്നു. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ടവരോടുള്ള അടുപ്പം, അവരെ ഒന്ന് വിളിക്കുക, അവരെ ഒന്ന് കേൾക്കുക, അവരുടെ മെസ്സേജ് കാണുക, അവരെ ഒന്ന് കാണുക, അവരെക്കുറിച്ച് ഓർക്കുക, ഇത് നമ്മൾ ദൈവത്തിനോട് അടുക്കുന്നതിൽ നമ്മളെ സഹായിക്കുകയില്ല എന്ന് ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡ് ഓർമ്മിപ്പിക്കുകയാണ്. അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ അൽഫോൻസമ്മയുടെ ഗുരുത്തിയമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവച്ചനോട് പറഞ്ഞപ്പോൾ ഗുരുവച്ചൻ പറഞ്ഞു, വേണ്ട, അതിന് ഇടയ്ക്കിടയ്ക്ക് ഗുരുത്തിയമ്മയെ കാണുക. ചിലപ്പോൾ ആത്മീയ കാര്യങ്ങൾ പറയാനാണ്, അല്ലെങ്കിൽ സംസാരിക്കാനാണ്. പക്ഷെ ആ ആത്മീയ കാര്യങ്ങൾ പറയാനാണെങ്കിലും ഗുരുത്തിയമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ ഒരു തടസ്സമാണ് എന്ന് ആ അച്ഛൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ അൽഫോൻസമ്മ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഗുരുവച്ചൻ പറഞ്ഞു, നന്നായി, എനിക്കിപ്പോൾ ആ വക വിചാരമൊന്നുമില്ല. ആരെയും കാണണമെന്നോ പ്രത്യേകമായി സ്നേഹിക്കണമോ എന്നോ ഇല്ല. സ്നേഹമൊക്കെയും ദൈവത്തിൻ്റെ നേർക്കായി. നമ്മൾ വളരെ നല്ല കാര്യങ്ങൾ പറയും, എന്നിട്ട് ദൈവത്തിനോടുള്ള സ്നേഹം കുറയ്ക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് സ്നേഹിക്കാനുള്ളത് നമ്മുടെ ഈശോയാണ്. അത് പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങളും ഞങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അവർ ഞങ്ങൾ അന്വേഷിക്കുന്നു, ഞങ്ങൾ കേൾക്കുന്നു, കാണുന്നു, കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു ഒക്കെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈശോയെ മാത്രം സ്നേഹിക്കുകയും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ഈശോയുമായി ഒന്നാവാൻ വലിയ കൃപ ഈ നോമ്പ് കാലത്ത് ഞങ്ങൾക്കതിനെ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.